الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه اجمعين اما بعد. സൂറത്തുൽ ബഖറയിലെ 49-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് തൊട്ടു മുൻപുള്ള ആയത്തുകളിൽ ബനു ഇസ്രായേലുകാരോട് അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തുകൾ ഓർക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. അതിനുശേഷം പരലോകത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി. ഇനി അള്ളാഹു അവർക്ക് ചെയ്ത നിഅമത്തുകൾ അവ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുകയാണ്. സൂറത്തുൽ ബഖറയിൽ ഇനിയുള്ള ആയത്തുകളിൽ മുഴുവൻ ധാരാളം ആയത്തുകൾ ഇനി ബനു ഇസ്രായേലുകാർക്ക് ചെയ്ത നിഅമത്തുകളെക്കുറിച്ചുള്ള വിവരണമാണ്. അപ്പം അതിൻ്റെ ആരംഭമായി അള്ളാഹു പറയുന്നു, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. വഇദ്, ഇത് എന്ന വാക്ക് മുൻപ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഇത് എന്നാണ് എന്താ ഇത് എന്നാണ്? ഇത് എന്ന് ഖുർആനിൽ വരുന്നതൊക്കെ ഏതർത്ഥത? ഉദ്കുർ. ഇനി മറക്കരുത്, പലതവണ നമ്മൾ പറയുന്നു. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക. ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഉദ്കുർ എന്നാണ്. ഉദ്കുർ, നീ സ്മരിക്കുക, നീ പറയുക, നീ ഓർക്കുക, നീ പറഞ്ഞു കൊടുക്കുക. ആരോടത് പറയുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് ഇങ്ങനെ ആയ സന്ദർഭത്തിൽ അപ്പോൾ അത് പറയുന്നത് എന്തിനാണ്? നബിയെ, ഈ പറഞ്ഞ കാര്യം, മുൻപ് ഇങ്ങനെ സംഭവിച്ച കാര്യം താങ്കൾ ഓർക്കുക, സ്മരിക്കുക, ഓർമ്മപ്പെടുത്തുക എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. വഇദ് നജ്ജൈനാകും. നജ്ജ എന്നാണ് അതിൻ്റെ ഫഅല്. നജ്ജ എന്ന് പറഞ്ഞാൽ നജാത്ത് കേട്ടില്ല നിങ്ങൾ? രക്ഷ. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. പഠിച്ചത് ലാസിം മുത്തഅദ്ദിദാണ്. നജ്ജ, നജ്ജൈനാക്കും എന്ന് പറയുമ്പോൾ ഏതാ? നജ്ജൈന എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫഅല്? നജ്ജൈന എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല അവനിലേക്ക് ചേർത്തിക്കൊണ്ട് നഹ്നു എന്ന പ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ആദരവിൻ്റെ പ്രയോഗമാണ്. നാം രക്ഷപ്പെടുത്തി. വഇദ് നജ്ജൈന, അപ്പോൾ എന്തായിരിക്കും അർത്ഥം? ഉദ്കുർ ഇദ് നജ്ജൈന. നബിയെ ഓർക്കുക. ഇദ് നജ്ജൈന, നാം രക്ഷപ്പെടുത്തിയ. ആരെ രക്ഷപ്പെടുത്തി? നജ്ജൈനാക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തി. വഇദ് നജ്ജൈനാക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. അപ്പോൾ ഇവിടെ ആരാ ഉദ്ദേശം? അൻതും എന്ന് പറയുന്നത് ബനു ഇസ്രായേലുകാരാണ്. ഇസ്രായേൽ സന്തതി. ഇവിടെ ഇതിൽ ഫഅൽ ഏതാ? നജ്ജ. അതിൽ ഫാഇൽ നഹ്നു, മഫ്ഊല് അൻതും. അൻതും എന്ന അർത്ഥത്തിൽ വരുന്ന കും. അപ്പോൾ അതിൽ ഫഅലുണ്ട്, ഫാഇലുണ്ട്, മഫ്ഊലുണ്ട്. ഇദ് നജ്ജൈനാക്കും. വഇദ് നജ്ജൈനാക്കും മിൻ ആലി ഫിർഔൻ. ആരിൽ നിന്ന് രക്ഷപ്പെടുത്തി? മിൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന്. മിൻ ആലി ഫിർഔൻ, ആൽ അഹ്ലി ഫിർഔൻ. ആൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൽ എന്നത് പൊതുവെ ഉപയോഗിക്കാറുള്ള കുടുംബത്തിനാണ്. ആലു റസൂൽ, ആലു ബൈത്ത്, അഹ്ലു ബൈത്ത് ഇതൊക്കെ പറയുന്നത് കുടുംബത്തിനാണ്. ഇവിടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആല് ആരാണ് എന്നതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഹ്ൽ എന്ന പദം ചില സന്ദർഭങ്ങളിൽ അത്ബാഇ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. പിൻഗാമികൾ, പിൻപറ്റിയവർ, അനുയായികൾ എന്ന അർത്ഥത്തിൽ. ഇവിടെ ആലു ഫിർഔൻ എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ്? അത്ബാഉ ഫിർഔൻ, ഫിർഔനിൻ്റെ അനുയായികൾ. ഫിർഔൻ നിങ്ങൾക്കറിയാം, ഖുർആനിൽ വിവരിക്കപ്പെട്ട ചരിത്രങ്ങളിൽ ഏറ്റവും വലിയ ശത്രു, അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു ഫിർഔൻ. അപ്പോൾ ഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ അനുയായികളിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം. അപ്പോൾ ഫിർഔൻ ആ കൂട്ടത്തിൽ എന്തായാലും ഉണ്ട്, ഫിർഔനും അവൻ്റെ അനുയായികളും. യസൂമൂനകും സൂഅൽ അദാബ്. യസൂമൂന ഐ യുദീഖൂനകും, നിങ്ങളെ രുചിപ്പിച്ചിരുന്ന സന്ദർഭം, നിങ്ങളെ അനുഭവിപ്പിച്ചിരുന്ന സന്ദർഭം. യസൂമൂന, അവർ ആരാണ്? അവർ ആലു ഫിർഔൻ, ഫിർഔനിൻ്റെ അഹ്ലുകാർ. യസൂമൂനകും, നിങ്ങളെ
അനുഭവിപ്പിച്ചിരുന്ന സന്ദർഭം. എന്താണ് നിങ്ങൾ അനുഭവിപ്പിച്ചിരുന്നത്? യസൂമൂനക്കുമുൽ അദാബ് എന്നല്ല, യസൂമൂനക്കും സൂ അൽ അദാബ്, ഐ അസ്വ അൽ അദാബ്. സൂ എന്നാണ് മോശം, ഏറ്റവും മോശമായ അൽ അദാബ് ശിക്ഷ. ശിക്ഷകളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഫിർഔനിൻ്റെ കൂട്ടർ നിങ്ങളെ അനുഭവിപ്പിച്ചിരുന്ന ആ സന്ദർഭത്തിൽ നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുക. അപ്പം നിഅമത്തിൻ്റെ തുടക്കമാണ്. നിഅമത്ത് അള്ളാഹു എണ്ണി പറയണം. അല്ല, ഒന്നാമത്തെ നിഅമത്തെ പറഞ്ഞതാ, നിങ്ങളെ ഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ, നിങ്ങളെ നാം ഫിർഔനിൻ്റെ കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നത്. അവരെന്താണ് ചെയ്തിരുന്നത്? യസൂമൂനക്കും സൂ അൽ അദാബ്, നിങ്ങളെ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നു. വയുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളെ ശിക്ഷിക്കുന്നതിനോടൊപ്പം വയുദബ്ബിഹൂൻ, യുദബ്ബിഹൂൻ ദബഹ യുദബ്ബിഹൂന, ദബ്ബഹന പറഞ്ഞത്, ദബഹന എന്നത് അർക്കാനാണ്. ഇവിടെ ദബഹനല്ല ഉപയോഗിച്ചത്. ഖുർആനിൽ വേറെ സ്ഥലത്ത് ദബഹ വന്നിട്ടുണ്ട്. ഇവിടെ വയുദബ്ബിഹൂന, നിങ്ങളെ വ്യാപകമായി അർത്ഥിരുന്നു. ദബ്ഹ എന്ന് പറഞ്ഞാൽ അറബിനെ പറയാം. ഖുർആനിൽ ഫിർഔനിൻ്റെ അഹ്ലുകാർ ബനു ഇസ്രായേലുകാരെ വധിച്ചിരുന്നതിനെക്കുറിച്ച് 3 തരത്തിൽ പ്രയോഗം വന്നിട്ടുണ്ട്. 3 തരത്തിൽ. ഒന്ന് യസ്ബഹൂൻ, മറ്റൊന്ന് യുദബ്ബിഹൂൻ, മറ്റൊന്ന് യഖ്തുലൂൻ. ഒന്ന് യുദബ്ബിഹൂൻ, യുദബ്ബിഹൂൻ എന്നത് വന്നത് ഇവിടെയാണ്. യുദബ്ബിഹൂന അബ്നാഅക്കും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ 6-ാമത്തെ ആയത്തിൽ യുദബ്ബിഹൂന അബ്നാഅക്കും. മറ്റൊന്ന് യുഖത്തിലൂന അബ്നാഅക്കും, യുഖത്തിലൂന അബ്നാഅക്കും. സൂറത്തു അൽ അറാഫിലെ 141-ാമത്തെ ആയത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞാൽ കാണാം, യസ്ബഹൂൻ എന്നത് അറിയിക്കുന്നത് അവരെ വെറുതെ കൊല്ലല്ല ചെയ്തിരുന്നത്, പിന്നെയോ മറിച്ച് അവരെ അറക്കുകയാണ് ചെയ്തിരുന്നത്. മനുഷ്യനെ കൊല്ലുന്നതിൽ ഏറ്റവും വികൃതമായ രൂപമാണ് മൃഗത്തെ അറക്കുന്നത് പോലെ മനുഷ്യനെ അറക്കുക എന്നുള്ളത്. അങ്ങനെ അറക്കുകയാണ് ചെയ്തിരുന്നത്, അറുകൊല നടത്തുകയാണ് ചെയ്തിരുന്നത്. അതാണ് യുദബ്ബിഹൂൻ എന്ന പ്രയോഗത്തിൽ സൂചനയുള്ളത്. 2 യുഖത്തിലൂൻ, യുഖത്തിലൂൻ എന്ന് പറഞ്ഞാൽ വധിച്ചിരുന്നു. അത് പല രൂപത്തിൽ അവരെ വധിച്ചിരുന്നു. ചില ആളുകളെ കുരിശിൽ തറച്ച്, ചില ആളുകളെ കൈകാലുകൾ വെട്ടിമാറ്റിക്കൊണ്ട്, ഇങ്ങനെ പല വിധത്തിൽ അവരെ കൊന്നിരുന്നു. അപ്പോൾ ചില ആയത്തുകളിൽ അവരെ പല വിധത്തിൽ കൊന്നിരുന്നു എന്ന സൂചനയുണ്ട്. മറ്റ് ചില ആയത്തുകളിൽ അവരെ യുദബ്ബിഹൂൻ, അവരെ അറുത്തിരുന്നു എന്ന സൂചനയുണ്ട്. മറ്റ് ചില ആയത്തുകളിൽ ഈ ആയത്തിൽ വന്ന പോലെ യസൂമൂനക്കും സൂ അൽ അദാബ്, അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞേക്കണം, കൊല്ലുന്നതിന് മുൻപ് അവരെ പല വിധത്തിലുള്ള ശിക്ഷകൾക്ക് വിധേയമാക്കുമായിരുന്നു. അടിക്കുകയും ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും അവരുടെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഒരു വിധേയമാക്കും. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഫിർഔനിൻ്റെ കൂട്ടരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനക്കും സൂ അൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും. അബ്നാഅക്കും, അബ്നാ മക്കൾ, ഇവിടെ ഉദ്ദേശം ആൺമക്കളാണ്. മൊത്തത്തിൽ അബ്നാ എന്ന് പറഞ്ഞാൽ ആൺമക്കളെ പെൺമക്കളെ ചിലപ്പോൾ ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ അബ്നാ എന്നത് ഉദ്ദേശിക്കുന്നത് ആൺമക്കളാണ്. കാരണം തൊട്ടടുത്ത് നിസാഅക്കും എന്ന് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് ഇവിടെ ആൺമക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ സന്താനങ്ങളെ അവർ അറുകൊല ചെയ്തിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, വയസ്തഹ്യൂന നിസാഅക്കും, യസ്തഹ്യൂൻ ജീവനോടെ വിട്ടിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളിലെ സ്ത്രീകളെ വെറുതെ വിട്ടിരുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അദീം. വഫീ ദാലികും, ഫീ ദാലിക എന്നാണ് അസ്ല്. ഈ ദാലിക എന്നുള്ള പദത്തിൽ ശരിക്കും ദാ ആണ് അത് എന്നതുകൊണ്ട് അറിയിക്കുന്നത്. ദാ എന്ന് പറഞ്ഞാൽ തന്നെ അത് നായി. ഹാ എന്ന് പറഞ്ഞാൽ അടുത്തതായി, ഹാദ. ദൂരെയാണെങ്കിൽ ദാലിക. ദാലിക എന്നതിൻ്റെ അവസാനത്തിലെ കാഫ്
ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അനുസരിച്ച് മാറും. നിങ്ങൾ ഒരാളോടാണ് സംസാരിക്കുന്നത്, അതൊരു പുരുഷനാണെങ്കിൽ ദാലിക എന്ന് പറയും, ദാലിക്കൽ കിതാബ്. നിങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ത്രീയോടാണെങ്കിൽ എന്ത് പറയും? ദാലിക്കി. ദാലിക്കി. ആരോടാണോ സംസാരിക്കുന്നത് അനുസരിച്ചിട്ടാണ് കാഫ് മാറുക. കുറേ പേരോടാണെങ്കിലോ ദാലിക്കും എന്ന് പറയും. കുറേ സ്ത്രീകളാണെങ്കിലോ ദാലിക്കക്ക് മാറ്റില്ല. ദാലിക്ക് ഒന്നാണ്. ദാൽ അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗം, ദാൽ എന്ന ഭാഗം, അത് മാറില്ല. അത് രണ്ടാൾക്കാരാണെങ്കിൽ, മൂന്നാളുകളാണെങ്കിൽ അതിനനുസരിച്ച് മാറും. ഉലായിക്ക എന്നാവും. തിൽക്കാൻ, സ്ത്രീ ആണെങ്കിൽ തിൽക്കാനാവും. ഖുർആനിലുള്ള പോലെ ദാലികുമ മിമ്മ, ഖുർആനിൽ വന്നിട്ടുണ്ട് ദാലികുമ. മറ്റേ അസ്ഹാബു സിജിനിൽ സാഹിബൈ സിജിനോട് യൂസുഫ് നബി പറഞ്ഞത് ദാലികുമ മിമ്മ അല്ലമനി റബ്ബി. യൂസുഫ് നബി പറഞ്ഞില്ലേ, സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ ജയിലിൽ എത്ര ആൾക്കാരുണ്ട്? 2 ആൾ. അപ്പോൾ ദാലികുമ മിമ്മ അല്ലമനി റബ്ബി, അത് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നെ. ഇവിടെ ദാലിക്കും. വഫീ ദാലിക്കും, അതിൽ എന്തുണ്ട്? ബലാഉൻ. ബല പരീക്ഷണം. പരീക്ഷണം. വഫീ ദാലിക്കും ബലാഉൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമുണ്ട്. എങ്ങനെയുള്ള പരീക്ഷണമാണത്? ബലാഉൻ മിർ റബ്ബിക്കും അദീം. അദീം കടുത്തത്, ഗുരുതരമായത്, ഗൗരവപ്പെട്ടത്, വളരെ വലുത്, വളരെ വലിയ ഒരു പരീക്ഷണം തന്നെ അതിലുണ്ടായിരുന്നു. ഫീ ദാലിക്കും ബലാഉൻ അദീമുൻ മിർ റബ്ബിക്കും. ബലാഇൻ്റെ വിശേഷണമാണ് അദീം. ബലാഉൻ അദീം, വലിയ കടുത്ത ഗുരുതരമായ വളരെ വലിയ പരീക്ഷണം തന്നെ നിങ്ങൾക്കതിലുണ്ടായിരുന്നു. ഏതിലുണ്ടായിരുന്നു? കൊല്ലലും പെണ്ണുങ്ങളെ വെറുതെ വിടൽ. അതൊരു അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം, അവർ പറഞ്ഞു, ഈ പറഞ്ഞതിലൊക്കെയും നിങ്ങളെ രക്ഷപ്പെടുത്തിയതിലും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായിരുന്നതിലും, നിങ്ങളെ ഫിറഔനും കൂട്ടരും ഉപദ്രവിച്ചിരുന്നതിലും അവരിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതിലും എന്തുണ്ട്? പരീക്ഷണമുണ്ട്. 2 പരീക്ഷണമായിരുന്നു. ഖുർആനിൽ അല്ലാഹു പലയിടത്തും പറഞ്ഞതുപോലെ വനബ്ലൂക്കും ബിശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ചിലർ പറഞ്ഞു ഈ വഫീ ദാലിക്കും എന്ന് പറഞ്ഞത് 2നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. തുടക്കത്തിൽ പറഞ്ഞ വഇദ്നജ്ജൈനാക്കും എന്നത് അതിൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സുമൂനക്കും സുവൽ അദാബി ദബ്ബിഹുന അബ്നാഅക്കും എന്ന് പറഞ്ഞതും അതിൽപ്പെട്ടതാണ്. പക്ഷേ പറഞ്ഞേ നമുക്കൊരായത്ത് തഫ്സീർ വേർതിരിയുന്നത് കൂടുതൽ അല്ലാഹു അലം പ്രകടമായ അർത്ഥം പൊതുവെ ദമീറുകൾക്ക് പറയും, ദമീർ അഖറബു മദ്കൂറിലേക്കാണ് പോവുക. അതാണ് തൊട്ട് മുൻപ് പറഞ്ഞതിലേക്കാണ് ഇത് ദമീർ എപ്പോഴും പോവുക. നിങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ ദമീർ തന്നെ എന്താ? ഇസ്മു ഇഷാറ അല്ലെങ്കിൽ എങ്ങനെ അത് തന്നില്ലേ, അത് എന്ന് പറയുന്നത് തൊട്ടടുത്ത് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് പറഞ്ഞ ഏതാ? യസൂമൂനക്കും സുവൽ അദാബ്. 2 അഭിപ്രായമുണ്ട്. ഏതൊക്കെ 2 അഭിപ്രായം? ഒന്ന്, നിങ്ങളെ രക്ഷപ്പെടുത്തിയതിലും നിങ്ങളെ അവർ ശിക്ഷിച്ചിരുന്നതിലും ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? വലിയൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അഭിപ്രായം, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ പരീക്ഷണത്തിൽ, അവരെ കൊണ്ടുണ്ടായ ഉപദ്രവത്തിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണം ഉണ്ടായിരുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. തഫ്സീറിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. വദ്കുറു നിഅമതന അലൈക്കും. വദ്കുറു, അത് ഏതിൻ്റെ തഫ്സീറാണ്? ഇത് എന്ന വാക്യ തഫ്സീറാണ്. വദ്കുറു, നിങ്ങൾ സ്മരിക്കുക. നിഅമതന അലൈക്കും, നിഅമതന, അതോ നിഅമതുന എന്ന് പറയാതെ നിഅമതന എന്ന് പറഞ്ഞത് മഫ്ഊലാണ്. നിഅമത്ത് മഫ്ഊലാണ്. നിഅമത്ത് എന്നുള്ളത് മഫ്ഊല, മഫ്ഊൽ മൻസൂബ നസ്ബാൻ. ഇൻഷാ അല്ലാഹ് നഹ്വിൽ വരാം. മുന്നേ നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി പറയാം. ദറബ മുഹമ്മദുൻ സെയ്ദൻ, മുഹമ്മദ് സെയ്ദിനെ അടിച്ചു. അപ്പോൾ സെയ്ദൻ എന്നാ പറയാം. ഇവിടെ നിഅമത്തിനെ ഓർക്കുക എന്നാണ്. അപ്പോൾ നിഅമത്തിന് എന്തായിരിക്കണം? ഫത്ഹായിരിക്കണം അവസാനത്ത്. വദ്കുറു നിഅമതന, നമ്മുടെ അനുഗ്രഹം ഓർക്കുക. അലൈക്കും, നിങ്ങൾക്കുമേലുള്ള. ഹീന, ഹീന
വേള, സന്ദർഭം. ഹീന അൻഖദ്നാക്കും, അൻഖദ എന്നാണ് രക്ഷപ്പെടുത്തി. ഖുർആനിൽ ഒന്ന് നോക്കാൻ, അൻഖദ എന്നല്ല രക്ഷപ്പെടുത്തുക. അൻഖദ്നാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ നാം നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. എന്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്? മിൻ ബത്ഷി ഫിർഔൻ. ബത്ഷ് എന്നാണ് ശരിക്കും, ബത്ഷ എന്ന് പറഞ്ഞാൽ പിടിക്കാന്നാണ്. അവൻ്റെ എന്താ പറയുക, ഇപ്പോഴും പറയാം, മലയാളത്തിൽ വരെ പ്രയോഗമുണ്ട് ബത്ഷ് എന്നുള്ളത്. ഒരു അധികാരി, ഭരണാധികാരിയുടെ കരാളഹസ്തങ്ങളിൽ പറയില്ലേ, പെട്ട് ഞെരിഞ്ഞമർന്നൊക്കെ പറയില്ലേ, ആ പ്രയോഗമാണത് ബത്ഷ് എന്നുള്ളത്. ബത്ഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും പിടിക്കാന്നുള്ളതാണ്. ബത്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും പിടിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ ബത്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥമാണ്. ബത്ഷി ഫിർഔൻ, ഫിർഔനിൻ്റെ പിടുത്തം, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വഅത്ബാഇഹി, അത് ഇതിൻ്റെ തഫ്സീർ, അത് ആൽ ഫിർഔൻ. അത്ബാ എന്ന് പറഞ്ഞാൽ അനുയായി. ഫിർഔൻ്റെ പിടുത്തത്തിൽ നിന്നും അവൻ്റെ അനുയായികളുടെ പിടുത്തത്തിൽ നിന്നും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ സ്മരിക്കുക. വഹും യുദീഖൂനക്കും അശദ്ദൽ അദാബ്. വഹും, അവർ, ആരെ അവർ? ആൽ ഫിർഔൻ ഔ ഫിർഔനും അഹ്ലു, ഫിർഔനും അവൻ്റെ കൂട്ടരും. യുദീഖൂനക്കും, ദാഖ തഅമൽ ഈമാൻ, അതാ രുചിച്ചു. അദാഖ, അദാഖ രുചിച്ചു. അപ്പോൾ അദാഖ എന്തായിരിക്കും? രുചിപ്പിച്ചു. യുദീഖൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുദാരിയാണ്. യുദീഖൂനക്കും, നിങ്ങളെ രുചിപ്പിച്ച വേളയിൽ, അത് നിങ്ങൾ അനുഭവിപ്പിച്ച വേളയിൽ. യുദീഖൂനക്കും, ഖുർആൻ പലയിടത്തും എന്ത് വന്നിട്ടുണ്ട്? ഈ അദാഖ എന്നുള്ളത് ഇപ്പോൾ മരണത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണ രുചിക്കുക എന്ന് വന്നിട്ടുണ്ട്. വഹും യുദീഖൂനക്കും, അവർ നിങ്ങളെ രുചിപ്പിച്ചിരുന്ന വേളയിൽ. അശദ്ദൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷ. ഫയുക്സിറൂന മിൻ ദബ്ഹി അബ്നാഇക്കും, അങ്ങനല്ലേ? ഫയസ്ബഹു എന്ന് പറയാതെ യുക്സിറൂ എന്ന് പറയാൻ കാരണം എന്താ? യുദബ്ബിഹു എന്നുള്ള വാക്കിൻ്റെ തഫ്സീറാണത്. ദബഹ എന്ന് പറയാതെ, ഫയദ്ബഹൂൻ എന്ന് പറയാതെ യുദബ്ബിഹൂൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ യുദബ്ബിഹൂൻ്റെ അർത്ഥം എന്താ? ധാരാളമായി കൊന്നിരുന്നു എന്നാണ്. ഫയുക്സിറൂന മിൻ ദബ്ഹി അബ്നാഇക്കും, നിങ്ങളുടെ മക്കളെ ധാരാളമായി അവർ കൊന്നൊടുക്കിയിരുന്നു, അറുകൊല ചെയ്തിരുന്നു. ഇതിന് കാരണം തഫ്സീറിൻ്റെ കിതാബുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഫിർഔൻ അവനൊരിക്കലും സ്വപ്നം കണ്ടു. ബനൂ ഇസ്രായേലുകാർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന ഒരു ആൺകുഞ്ഞ് ഇവൻ്റെ അധികാരം നശിപ്പിച്ച് കളയുന്നത്. അതോടുകൂടി നിങ്ങൾക്കറിയാം, ബനൂ ഇസ്രായേലുകാർ എങ്ങനെയാണ് അവർ ഫിർഔൻ്റെ നാട്ടിൽ വന്നെത്തിയത്? എങ്ങനെ അവർ വന്നിട്ടുണ്ടാവുക? അയ്യോ, യൂസുഫ് നബി മുഖേന. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഭരണാധികാരിയായിരുന്നു. പിന്നീട് ചരിത്രത്തിൻ്റെ അവസാനത്തിൽ യൂസുഫ് നബിയുടെ സഹോദരങ്ങളും പിതാവും മാതാവുമൊക്കെ മിസ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് അവരവിടെ കഴിഞ്ഞുകൂടുകയും അവർ വ്യാപിക്കുകയും ചെയ്തു. കാലം കുറച്ച് നീങ്ങിയപ്പോൾ ബനു ഇസ്രായേലുകാരെ മിസ്റിലുണ്ടായിരുന്ന ഖിബ്തികൾ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി, അടിച്ചമർത്താൻ തുടങ്ങി. ഒരു പുറത്തുനിന്ന് വന്നവരാണ് എന്നതൊരു കാരണമായിരുന്നു. ഇന്നും ആൾക്കാർ പലപ്പോഴും മറ്റ് ജനങ്ങളെ അടിച്ചമർത്താൻ പറയുന്നൊരു കാര്യം, ഇത് ഈ നാട്ടുകാരല്ല, ഒരു പുറത്തുനിന്ന് വന്നവരാണ് എന്നതാണ്. ജനങ്ങളെ പലപ്പോഴും അടിച്ചമർത്താൻ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന വഴികളിലൊന്ന് ഇവർ ഈ നാട്ടുകാരല്ല എന്ന് പറയില്ല, പുറത്തുനിന്നുള്ളവരാണ്. പൊതുവെ അടിച്ചമർത്തുന്ന ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഇവൻ ഈ സ്വപ്നം കണ്ടു, ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ നിന്നൊരു ആൺകുഞ്ഞ് ഇവൻ്റെ അധികാരം എടുത്ത് കളയുമെന്നത്. അതോടുകൂടി ഇവൻ ബനു ഇസ്രായേലുകാരിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ തുടങ്ങി, എല്ലാവരെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ഷാൻ ഇവരുടെ ആൺകുഞ്ഞുങ്ങൾ തീരെ ഇല്ലാതെയായി തുടങ്ങിയപ്പോൾ ഖിബ്തികളിൽപ്പെട്ട ചിലർ, ഇവൻ്റെ അനുയായികൾ തന്നെ ഇവനോടൊന്ന് പരാതി പറഞ്ഞു, ഇങ്ങനെ കൊന്നൊടുക്കിയാൽ നമുക്ക് പണിയെടുപ്പിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതോടുകൂടി ഇവർ ഒരു തീരുമാനമെടുത്തു, 1 വർഷം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാം, അടുത്ത വർഷം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ വെറുതെ വിട്ടു.
അങ്ങനെ ഇവർ ഈ തീരുമാനം എടുത്തു. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ആൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുന്ന വർഷത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ആൺകുഞ്ഞുങ്ങളെ വധിക്കുന്ന വർഷത്തിലാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ പേടിച്ചത്, അവരെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പേടിച്ചത്. പക്ഷേ അള്ളാഹു അവർക്ക് മനസ്സിൽ ഇൽഹാമ് നൽകി, അള്ളാഹു അവർക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു. അവർ കുട്ടിയെ ഒരു തൊട്ടിലാക്കിയിട്ട് നദിയിലൂടെ ഒഴുക്കിയിട്ട് സംഭവം നിങ്ങൾക്ക് അറിയാം. സൂറത്തുൽ ഖസസിൽ ആ ചരിത്രം വിശദമായി വന്നിട്ടുണ്ട്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇവൻ ഈ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതെയാക്കാൻ വേണ്ടി ഇത്രയും കുട്ടികളെ കൊന്നത്. ആ കുട്ടി എല്ലാ ആൺമക്കളും വധിക്കപ്പെടുന്ന വർഷം തന്നെ ജനിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നോക്കൂ നിങ്ങൾ, ഫിറഔൻ്റെ കട്ടിൽ കിടന്നിട്ടാണ് വളർന്നത്. ഫിറഔനിൻ്റെ കൊട്ടാരത്തിനുള്ളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തപ്പെട്ടു. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആരെല്ലാം അതിനെ തടുത്തു നിർത്താൻ തീരുമാനിച്ചാലും അത് തടുക്കപ്പെടുകയില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിക്ക് അദ്ദേഹത്തെ കാണുന്നവർക്കെല്ലാം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ഉള്ള പ്രകൃതമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വൽഖൈന അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അല ഐനി. മൂസാ, നിനക്ക് നാം ചെയ്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, നിനക്ക് മേൽ നാം സ്നേഹമിട്ട് തന്നിരുന്നു. മൂസാ നബിയെ കണ്ടാൽ അവർക്ക് ഇഷ്ടം തോന്നുമായിരുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടി തൊട്ടിൽ വന്നപ്പോൾ ഇവർ കൊല്ലാൻ വേണ്ടി ആദ്യം ആലോചിച്ചതാണ്. പക്ഷേ ഈ കുട്ടിയെ കണ്ടാൽ ഇഷ്ടം തോന്നുക എന്ന് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതത്തിൽപ്പെട്ടായിരുന്നു. മൂസാ നബി കണ്ടാൽ സ്നേഹം തോന്നുമായിരുന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ തന്നെ ഫിറഔനിൻ്റെ ഭാര്യയുടെ ശുപാർശ പ്രകാരം ആ കുട്ടി അവിടെ തന്നെ വളർന്നു. മാത്രമല്ല അവരുടെ ഉമ്മയുടെ മടിത്തട്ടിൽ തന്നെ ആയിക്കൊണ്ട്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കൊലപാതകത്തിൻ്റെ കാരണം. ഇതായിരുന്നു അവർ പറഞ്ഞ ഈ കൊലപാതകത്തിൻ്റെ കാരണം. ഈ പറഞ്ഞ കൊലപാതകം ഇത് പിന്നെ ഫിറഔൻ പറഞ്ഞതാണ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഫിറഔനിൻ്റെ അനുയായികളുടെ നിർദ്ദേശമായിരുന്നു എന്നും ഖുർആനിലുണ്ട്. സൂറത്തു ഗാഫിറിൽ അള്ളാഹു പറഞ്ഞു, ഫിറഔൻ പറഞ്ഞതായി അള്ളാഹു പറഞ്ഞു, ഉഖ്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു വസ്സഹയു നിസാഅഹും. ഫിറഔൻ മൂസാ നബി വന്നതിന് ശേഷവും അവരിൽ ആൺമക്കളെ കൊന്നിരുന്നു എന്നാണ്. ഉഖ്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു, ഇവനോടൊപ്പമുള്ള, അതായത് മൂസയോടൊപ്പമുള്ള ആൺമക്കളെ കൊന്നുകളയുക. വേറെ ചില ആയത്തുകൾ സൂറത്തുൽ അറാഫിൽ കാണാം. ഫിറഔനിൻ്റെ അനുയായികൾ പറഞ്ഞതായി, സനുഖത്തിലു അബ്നാഅഹും വനസ്തഹയി നിസാഅഹും വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ. അത് അവരുടെ ഫിറഔൻ്റെ അനുയായികൾ പറഞ്ഞു. അറാഫിൽ 127-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഗാഫിറിൽ 25-ാമത്തെ ആയത്താണ്. മൂസാ നബിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം, ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, വല്ലാഹു അലം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിനോട് വളരെ സമാനതയുള്ളതാണ്. നാട്ടിൽ നിന്ന് പുറത്തുപോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നീട് വിജയം നൽകപ്പെടുക, ധാരാളം ആളുകൾ ദീന് സ്വീകരിക്കുക, വലിയൊരു ഉമ്മത്ത് വളർന്നു വരിക. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഫിർഔനിൻ്റെ അടുത്തേക്ക് നാം റസൂലിനെ അയച്ചതുപോലെ നിങ്ങളിലേക്ക് നാം റസൂലിനെ അയച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ ചരിത്രം ഇത്രയധികം ഓർമ്മപ്പെടുത്തിയതിൻ്റെ ഒരു കാരണം അവിടുത്തെ ചരിത്രങ്ങൾ, രണ്ട് ചരിത്രങ്ങൾ തമ്മിൽ വലിയ സമാനതയുണ്ട്. സൂറത്തുൽ ഖസസ് എടുത്തു നോക്കിയാൽ വലിയ സമാനത കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയതുപോലെ തന്നെ മൂസയ്ക്കും ഹിജറ പോകേണ്ടി വന്നിട്ടുണ്ട്. അലൈഹിം സ്വലാത്തു വസ്സലാം വഅല നബീന അഫ്ളലു സ്വലാത്തു വതമ്മു തസ്ലീം. അതാണ് അവിടെ പറഞ്ഞത്, വയസ്തബ്ഖൂന നിസാഅക്കും ലിൽ ഖിദ്മത്തി വൽ ഇംതിഹാൻ. വയസ്തബ്ഖൂന, ഇസ്തബ്ഖൂൻ ബാക്കിയാക്കി, ബഖിയ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബഖിയ എന്ന് പറഞ്ഞാൽ ബാക്കിയായി എന്നാണ്, മലയാളത്തിൽ ബാക്കിയായി എന്നതിൻ്റെ അർത്ഥം. വയസ്തബ്ഖൂന, അവർ ബാക്കി വെച്ചു, നിസാഅക്കും, നിങ്ങളിലെ സ്ത്രീകളെ, എന്തിനു വേണ്ടി? ലിൽ ഖിദ്മ, ഖിദ്മത്ത് തന്നെ ഖാദിമിനായിക്കൊണ്ട്, ഖദ്ദാമ എന്നറിയില്ല നമ്മൾ, സേവനത്തിന്, വേലക്ക് വേണ്ടി, ജോലികൾക്ക് വേണ്ടി, പണിയെടുപ്പിക്കാൻ വേണ്ടി നിങ്ങളിലെ സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്തു. ഉൽ ഇംതിഹാൻ, ഇംതിഹാൻ അല്ല, അത് ഇംതിഹാനാണ്, ഇത് ഇംതിഹാനാണ്.
കണ്ടില്ലേ, ചെറിയ അക്ഷര വ്യത്യാസമുള്ളൂ. കേൾക്കുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം പോലും ഇല്ല. ഇംതിഹാൻ പരീക്ഷയാണ്. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കലാണ്. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക. മുസ്ഹഫ് നിന്ദിക്കുക ഇംതിഹാൻ മസാഹിഫ് എന്നാണ്. മുസ്ഹഫ് യുദ്ധത്തിൻ്റെ കിതാബിൽ കാണാം. മുസ്ഹഫ് നിന്ദിച്ചാൽ മുർത്തദ. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇംതിഹാൻ എന്നാണ്. ഇംതഹന ഹാ ആണ് അവിടെ, ഹാ അല്ല. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കാനാണ്. ഇംതിഹാൻ സ്ത്രീകളെ അവർ അപമാനിക്കുകയും ചെയ്തിരുന്നു, മോശമായ വിധത്തിൽ പ്രയാസപ്പെടുത്തിയിരുന്നു. വഫീ ദാലിക, ആ പറഞ്ഞതിൽ, ഇഖ്തിബാറുല്ലക്കും, അതിൽ നിങ്ങൾക്ക് ഇഖ്തിബാറുണ്ട്. ഇഖ്തിബാർ പരീക്ഷ. ഇഖ്തിബാറുല്ലക്കും, നിങ്ങൾക്കുള്ള പരീക്ഷയുണ്ട്. മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള. വഫീ ഇൻജാഇക്കും മിൻഹു നിഅമത്തുൻ അദീമ. വഫീ ഇൻജാഇക്കും, ഇൻജാ ഏതായിരിക്കും അത്? ഫിഅൽ ഏതാ? വസിൻ എന്താ? ജാഅ. അൻജാ യുൻജി ഇൻജാഅൻ. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ എന്ന വസിനാണത് ഇൻജാ. വഫീ ഇൻജാഇക്കും, അപ്പോൾ അൻജാ എന്ന് പറഞ്ഞാൽ അൻജൈനാക്കും. നജ്ജൈനാക്കും എന്ന് വന്ന പോലെ അൻജൈനാക്കും വന്നിട്ടുണ്ട്. എന്താ അൻജൈന? രക്ഷപ്പെടുത്തി. വഫീ ഇൻജാഇക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ, മിൻഹു അതിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ, നിഅമത്തുൻ അദീമ, എന്തുണ്ട്? നിഅമത്തുണ്ട്. എന്താ നിഅമത്ത്? അനുഗ്രഹമുണ്ട്. അദീമ, വലിയ അനുഗ്രഹമുണ്ട്. തസ്തൗജിബു ശുക്റല്ലാഹി ഫീ കുല്ലി ഉസൂരിക്കും വജിയാലിക്കും. തസ്തൗജിബ് വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി. തസ്തൗജിബ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിൽ നിന്ന് നിർബന്ധമാക്കുന്നു. നിങ്ങളിൽ നിന്ന് നിർബന്ധമാക്കുന്നു. അതായത് ഈ പറഞ്ഞ കാര്യം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നു എന്നത് നിർബന്ധമാക്കുന്നു. എന്ത്? ശുക്ർ അല്ലാഹ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. ശുക്ർ അല്ലാഹി തആല ഫി കുല്ലി ഉസൂരിക്കും. ഫി കുല്ലി ഉസൂരിക്കും. എന്താ ഫി കുല്ലി ഉസൂരിക്കും? ഉസൂർ, അയ്യോ, എല്ലാ കാലഘട്ടങ്ങളിലും. എന്തുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്? ഇതൊരു സൂചന ഉണ്ട്. എന്താ സൂചന? അല്ല 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 ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലുള്ള ജൂതന്മാരാണ്. അവരെയാണോ ഫിർഔന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? ആണോ? ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ജൂതന്മാരാണ് രക്ഷപ്പെട്ടത്? അല്ലല്ലോ, ഇത് മുൻ തലമുറയാണ്. പക്ഷെ അള്ളാഹു ഇവിടെ പറഞ്ഞതൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു എന്നുള്ളതിനുള്ള മറുപടിയാണ് ആ തഫ്സീർ. ഫി കുല്ലി ഉസൂരിക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയാണ് രക്ഷപ്പെടുത്തിയത് എങ്കിലും എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ നന്ദി പറയാൻ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ അർഹമായൊരു നിഅമത്താണത്. മുൻപ് നമ്മൾ പറഞ്ഞ പോലെ നിഅമത്തുൽ ആബാ നിഅമത്തുൽ അബ്നാ, പിതാക്കന്മാർക്കുള്ള അനുഗ്രഹം മക്കൾക്കുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയാവുന്ന കാര്യമാണ് എന്ത്? അള്ളാഹു നമ്മെ ബദ്റിൽ രക്ഷപ്പെടുത്തി, അള്ളാഹു നമ്മളെ ഉഹദിൽ രക്ഷപ്പെടുത്തി, അള്ളാഹു നമുക്ക് ഖുർആൻ അവതരിപ്പിച്ച് ഇസ്സത്ത് നൽകി, അള്ളാഹു നമുക്ക് ഇങ്ങനെ. ഇതൊക്കെ മുൻകാലക്കാർക്ക് നൽകപ്പെട്ടതാണെങ്കിൽ നമുക്കുള്ളതാണ്. കാരണം അവർ നമ്മുടെ മുൻഗാമികളാണ്, നമ്മൾ അവരുടെ പിൻഗാമികളാണ്. അവർക്കുള്ള നിഅമത്ത് നമുക്കുള്ള നിഅമത്ത് കൂടിയാണ്. ഇപ്പോൾ മക്കക്കാരിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് നമുക്കുള്ള നിഅമത്ത് കൂടിയാണ്. കാരണം ഈ ദീൻ അതുകൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടത്. ഫി കുല്ലി ഉസൂരിക്കും അജിയാലിക്കും. അജിയാൽ ജീൽ എന്നതിൻ്റെ ബഹുവചനാണ് അജിയാൽ. ജീൽ 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 ജീലാണ് തലമുറ. അജിയാൽ തലമുറ, തലമുറകൾ. അജിയാലിക്കും നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ എല്ലാ തലമുറകളിലും നിങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളിലും അതിന് നന്ദി കാണിക്കുക എന്നുള്ളത് നിങ്ങൾക്കുമേൽ നിർബന്ധമാണ്. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആല ഈ രക്ഷപ്പെടുത്തിയതിന് നന്ദി കാണിച്ചത് എങ്ങനെയാണ്? എങ്ങനെ നന്ദി കാണിച്ചത്? ആര് പറയും? ഈ എന്നാണ് രക്ഷപ്പെടുത്തൽ ഉണ്ടായത്? എന്നാണ് ഫിർഔന്റെ കൂട്ടത്തിൽ നിന്ന്? ഏതാ? മുഹറം 10 അശൂറയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരെ രക്ഷപ്പെടുത്തിയത്. മുഹറം 10
ആ ദിവസം ഇവരെ രക്ഷപ്പെടുത്തി എന്നതിനുള്ള നന്ദി ആയിക്കൊണ്ട് മൂസാ നബി എന്താ ചെയ്തു? നോമ്പെടുത്തു. അല്ലെ, ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ വന്നെത്തിയപ്പോൾ അവിടെയുള്ള യഹൂദർ ഈ ദിവസം മുഹറം 10 നോമ്പെടുക്കുന്നത് അവിടുന്ന് കണ്ടു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസമാണ് അള്ളാഹു മൂസയെയും അനുയായികളെ രക്ഷപ്പെടുത്തിയത്. ഫസാമഹു മൂസ ശുക്രൻ ലി റബ്ബിഹ്. ഈ ദിവസം മൂസാ നബി അള്ളാഹുവിന് നന്ദിയായിട്ട് നോമ്പെടുത്ത ദിവസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ. നമുക്കാണ് മൂസാ നബിയോട് നിങ്ങളൊക്കെ അടുപ്പുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തിൽ നോമ്പെടുത്തു. അതിൻ്റെ അടുത്ത വർഷം അവിടുന്ന് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 9 കൂടി നോമ്പെടുക്കുന്നതാണ്, അഹ്ൽ കിതാബുകാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടി. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ പല പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സമയം അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നതും അതുപോലെ അവർക്ക് മുൻപ് പരീക്ഷണം ഉണ്ടായി എന്നതും ഒരേ സമയം പരീക്ഷണമാണ്. മുസ്ലിം ഉമ്മത്ത് ഈ കാലഘട്ടത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ ഓർക്കാനുള്ളൊരു പാഠം കൂടിയാണിത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തോടൊപ്പമുള്ളവർ, അവർക്ക് മൂസാ നബിയുടെ വരവിന് മുൻപും കടുത്ത പരീക്ഷണമുണ്ടായി, അദ്ദേഹം വന്നതിന് ശേഷവും പരീക്ഷണമുണ്ടായി. അവർക്കുള്ള പരീക്ഷണം വളരെ കടുത്ത പരീക്ഷണമായിരുന്നു. മുസ്ലിം ഉമ്മത്ത് ഇന്ന് പലയിടങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു. അതിൻ്റെ ആവർത്തനമാണ്. ഈ പരീക്ഷണം ഇത് അവസാനിക്കുന്നതാണ്. അത് അവസാനിച്ചാൽ അതും പരീക്ഷണമാണ്. പ്രയാസങ്ങളും പരീക്ഷണമാണ്, അനുഗ്രഹങ്ങളും പരീക്ഷണമാണ്. സഹാബിമാർ ചിലർ പറഞ്ഞു, ഉബ്തുലീന ബിദ്ദറാഇ ഫസബർന, ഞങ്ങളെ അള്ളാഹു പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു. ഉബ്തുലീന ബിസ്സറാഇ ഫലം നസ്ബർ, എന്നാൽ സന്തോഷം കൊണ്ട് അള്ളാഹു ഞങ്ങളെ പരീക്ഷിച്ചപ്പോൾ ഫലം നസ്ബർ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. അതിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്, ധിക്കാരികളായി പോകാതിരിക്കുക എന്നുള്ളതാണ്. സഹാബികൾ ധിക്കാരികളായി പോയി എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അനുഗ്രഹങ്ങളിലുള്ള പരീക്ഷണമാണ് പലപ്പോഴും ആളുകൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള പരീക്ഷണം. പ്രയാസങ്ങളിലെ പരീക്ഷണം, ജനങ്ങളിൽ വലിയൊരു വിഭാഗം പ്രയാസങ്ങൾ നേരിട്ടാൽ അള്ളാഹുലേക്ക് മടങ്ങും. ചില ആളുകൾ പ്രയാസം നേരിട്ടാൽ കൂടുതൽ ധിക്കാരിയാവും. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. പൊതുവെ മനുഷ്യർ പ്രയാസമുണ്ടായാൽ അള്ളാഹുലേക്ക് മടങ്ങും. പ്രയാസങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ കൊണ്ടും പരീക്ഷണമുണ്ട് എന്നതിന് ഈ ആയത്ത് പാഠമാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞു, വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമുണ്ട്. മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, കണ്ടില്ലേ, പരീക്ഷണം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നിങ്ങളുടെ റബ്ബാണ്, അവന് നിങ്ങളെ പരീക്ഷിക്കാൻ അർഹതയുണ്ട്. നിങ്ങളെ പരീക്ഷിക്കാൻ, പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കാൻ, അനുഗ്രഹങ്ങൾ കൊണ്ട്, കാരണം അവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന സൂചന ആ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിക്മത്ത് ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. നോക്കൂ, അവർക്ക് കഠിനമായ പരീക്ഷണം നേരിടേണ്ടി വന്നു. പക്ഷേ ഈ പരീക്ഷണം അതിനേക്കാൾ വലിയ നന്മകളിലേക്കാണ് അവരെ നയിച്ചത്. ഈ പരീക്ഷണം കൊണ്ടാണ് അവരിലേക്കൊരു നബി വന്നത്, മൂസാ നബിയെ പോലെ ഒരു മഹാനായ നബി വന്നത്. ഈ പരീക്ഷണം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ മഹത്തരമായ പല ദൃഷ്ടാന്തങ്ങളുണ്ടായത്. കടൽ വളർന്നു, അതുപോലെ ബനൂ ഇസ്രായേലുകാരെന്ന വലിയൊരു ജനത ഉണ്ടായി. അവർ അള്ളാഹുവിനോട് ഈ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങേയറ്റത്തെ സബ്ർ കാണിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ഫജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംറിനാ ലമ്മാ സബറു, അവർ ക്ഷമിച്ചു, വലിയ ക്ഷമ കാണിച്ചു. ആ ക്ഷമ കാരണം, അതുപോലെ തന്നെ അവരുടെ മക്കളെ അവർ കൊലപ്പെടുത്തി, ആ മക്കൾ സ്വർഗത്തിലെത്തി. ഈ മക്കളെ കൊലപ്പെടുത്തിയ സന്ദർഭത്തിൽ ഇവർ ക്ഷമിച്ചത് കാരണത്തിൽ ഇവർക്ക് വലിയ പ്രതിഫലമുണ്ടായി. എന്തൊരു പ്രയാസമുണ്ടായിട്ടുണ്ട് എങ്കിലും അതിനു പിറകിൽ അതിനേക്കാൾ വലിയ ഖൈർ ഈ പറഞ്ഞ സംഭവങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയായി കാണാം.
അതുപോലെ തന്നെ ഈ ആയത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളിൽ ഒന്ന് ഈ ഉമ്മത്തിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിൽ സംഭവിക്കാവുന്നതാണ്, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ചില നാടുകൾ ഇപ്പോഴും അതിന് സമാനമായ കാര്യങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾ വ്യാപകമായി കൊല്ലപ്പെടുന്നു, അവർക്ക് പരീക്ഷണങ്ങൾ, അവരുടെ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അവരുടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ മുൻകാല സമൂഹങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സമൂഹത്തിലും ഉണ്ടാകും. അപ്പോൾ എന്തു ചെയ്യണം? ഈ ഉമ്മത്ത് ഇത്തരം പരീക്ഷണങ്ങളുണ്ട്. മൂസാ നബിയുടെ ചരിത്രം അതിന് വലിയ പാഠമാണ്. എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പാഠമുള്ളതുപോലെ തന്നെ മൂസാ നബിയുടെ ചരിത്രത്തിൽ പാഠമുണ്ട്. നമുക്ക് ബനൂ ഇസ്രായേൽ ഒരു വലിയ ഉമ്മത്തായിരുന്നു. ഫിർഔനെ പോലെ ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിൽ അവർ കഠിനമായ അടിച്ചമർത്തലുകൾക്ക് വിധേയരായിരുന്നു. പക്ഷേ നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയുധം കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ബനൂ ഇസ്രായേലുകാരെ നയിച്ചിട്ടില്ല. കാരണം അവർക്ക് ശക്തിയില്ലായിരുന്നു തിരിച്ചടിക്കാനുള്ള. ഫിർഔനും കൂട്ടർക്കുമാണ് ഭൗതികമായ എല്ലാ വിധത്തിലുള്ള ശക്തിയും ആയുധങ്ങളും കയ്യിലുണ്ട്. അവർ അധികാരികളാണ്. അവർക്കിടയിൽ അടിച്ചമർത്തപ്പെടുന്നത് എത്ര വലിയ സമൂഹമായിരുന്നു ബനൂ ഇസ്രായേൽ. വലിയ ആളുകൾ, അത്രയും വലിയ അംഗസംഖ്യ ഉണ്ടായിരുന്നു. അവർ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആയത്ത് പലരും, അല്ലെങ്കിൽ ഇതിന് സമാനമായ ആയത്തുകൾ പണ്ഡിതന്മാർ ജിഹാദിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ തെളിവാക്കാറുണ്ട്. ഒരു നാട്ടിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ശക്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് രാജ്യം തന്നെ ചിലപ്പോൾ കയ്യിലുണ്ടാവും. പക്ഷെ അവർക്ക് ശത്രുവിനെ നേരിടാനുള്ള ശക്തി, ഭൗതികമായ ശേഷി ഇല്ലെങ്കിൽ അവർ യുദ്ധത്തിന് ഇറങ്ങുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. അതൊരു വിധത്തിൽ നോക്കിയാൽ സ്വയം മുസ്ലിമീങ്ങളെ തന്നെ അപകടത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. കാരണം ധാരാളം ആൾക്കാർ കൊല്ലപ്പെടും, എണ്ണമില്ലാത്ത ആളുകൾ വധിക്കപ്പെടും. ഒരു മുസ്ലിമിൻ്റെ രക്തം പവിത്രമാണ്. അത് വ്യാപകമായി ചിന്തുന്ന വിധത്തിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് ജനങ്ങൾ എത്തിക്കാൻ പാടില്ല. അപ്പോൾ പല നാടുകളും, മുസ്ലിം ഭരണമില്ലാത്ത നാടുകളിലും ഭരണമുള്ള നാടുകളിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇന്ന് പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യം, അതായത് ഇവർക്കെതിരെ യുദ്ധത്തിന് പോകുന്നില്ല, അവരെ യുദ്ധം ചെയ്യുന്നില്ല, അവരെ പോയി അടിക്കുന്നില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താണ് മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ അവസ്ഥ? നമുക്ക് ബനൂ ഇസ്രായേലുകാർ അവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു. പക്ഷെ അവർക്ക് ശക്തിയില്ലാത്തവരോട് തിരിച്ചടിച്ചിട്ടില്ല. അവർ സബ്രയാണ് ചെയ്തത്, ക്ഷമിക്കുകയാണ് ചെയ്തത്. അള്ളാഹു അവസാനം അവർക്ക് തുറവി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഇതേ സമാനമായ സംഭവങ്ങൾ കാണാം. അവിടുന്ന് മക്കയിലായിരുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിന് പോയിട്ടില്ല. മദീനയിലായപ്പോൾ തന്നെ ഒരു അവസരം ലഭിച്ചപ്പോൾ അവിടുന്ന് ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു. ആരുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടത്? അവരെ കൊന്നൊടുക്കിയ, ഇന്ന് ആളുകൾ പറയില്ല, ഇത്രയും കുട്ടികളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളുമായി നിങ്ങളെങ്ങനെ കരാറിലേർപ്പെടുക? നസ്രാനികളായിട്ട് നിങ്ങളെങ്ങനെ കരാറിലേർപ്പെടുക? മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊന്ന ആളുകളാണ്, മുസാബിനെ കൊന്ന ആളുകളാണ്, അമ്മാറിനെ, യാസറിനെ, സുമയെ കൊന്ന ആളുകളാണ്. അവർക്കെതിരെ പലതവണ യുദ്ധത്തിന് വന്ന ആളുകളാണ്, പലതവണ കരാർ ലംഘിച്ചവരാണ്, പലതവണ മര്യാദകൾ ഇല്ലാതെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിജയമുണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് ക്ഷമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് വിജയമുണ്ടാവുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളുടെ അടയാളമായി പറഞ്ഞ ഹദീസുകൾ ഇതിന് സൂചനയുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ഹദീസിലുള്ളത്? ദജ്ജാൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ മഹ്ദി മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന്. പക്ഷേ ദജ്ജാൽ പുറപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഹ്ദിയും അദ്ദേഹത്തോടൊപ്പമുള്ള മുസ്ലിമീങ്ങളും ഒരു പർവ്വതത്തിന് മുകളിൽ അഭയം തേടുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ. മഹ്ദി ഒപ്പമുണ്ട്. മഹ്ദിയുടെ പ്രത്യേകതകളൊന്നും അദ്ദേഹത്തിൻ്റെ അധികാരമാണ്. അദ്ദേഹം ശക്തമായ അധികാരം ലഭിക്കുന്നതാണ്. പക്ഷേ ദജ്ജാലിനെയും അവൻ്റെ കൂട്ടരെയും നേരിടാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് അവർ മലമുകളിൽ അഭയം തേടുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ജിഹാദിന് ഭൗതികമായ ശേഷി ആവശ്യമാണ് എന്നതിന് ആ ഹദീസ് തെളിവാണ്. ധാരാളം ഹദീസുകൾ തെളിവാണ്. ഭൗതികമായ ശേഷി, ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഇക്കാലഘട്ടത്തിൽ അമ്പും വാളുകൊണ്ടല്ല യുദ്ധം നടക്കുന്നത്. വലിയ ബോംബുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്.
ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ കൊല്ലപ്പെടുമെന്ന് കണക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തോക്കുകൊണ്ട് അവനെ തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഒരാൾ വിചാരിക്കുന്നത് എത്ര വലിയ മൗഢ്യമാണ്, വിവരക്കേടാണ്. കാരണം കയ്യിലുള്ള ആയുധം പലതും ആരതാണ്? ശത്രുക്കളർന്ന് വാങ്ങിച്ചത്. കാരണം അവരുടെ അടുത്താണ് ഈ കാലഘട്ടത്തിൽ ആയുധങ്ങളുടെ ശക്തിയുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരോട് പോയിട്ട് അങ്ങോട്ട് അവരുടെ ആയുധം എടുത്തിട്ട് അവരെ തോൽപ്പിക്കാൻ നോക്കിയാൽ എങ്ങനെ അത് വിജയിക്കുന്നത്? അതുകൊണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ, സാലിഹ് ഫൗസി, ധാരാളം പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കാണാം, മുസ്ലിം ഉമ്മത്ത് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം വേണോ, അതിനുള്ള വഴി ഒരൊറ്റ വഴിയാണ്, അവരവരുടെ ദീനിലേക്ക് മടങ്ങുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ദീനിലേക്ക് അവർ മടങ്ങിയാൽ അവർക്ക് വിജയം നൽകും, സംശയമില്ല കാര്യത്തിൽ. ഈ ഉമ്മത്തിൽ ഈ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാക്കപ്പെടുന്നതിൻ്റെ കാരണം അവർ ദീനിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളതാണ്. ദീനിൻ്റെ ഒന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, തൗഹീദാണ്. അതിൽ ജനങ്ങളുടെ അവസ്ഥ തന്നെ. ദീനിൻ്റെ ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്, ഇബാദത്താണ്. അതിൽ അവരുടെ അവസ്ഥ എന്താ? ആരൊക്കെയാണ് അവർ ആരാധിക്കുന്നത്? മുസ്ലിം നാടുകൾ, ഇസ്ലാമിൻ്റെ ഭരണം പണ്ട് കാലത്ത് നിലനിന്ന നാടുകളിൽ വരെ ഇന്ന് എന്തിനൊക്കെയാണ് ആളുകൾ ആരാധിക്കുന്നത്? ഈ അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു. അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ പരീക്ഷണങ്ങൾ അവസാനിക്കാനുള്ള വഴികളിലൊന്ന്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ബനൂ ഇസ്രായേലുകാരോടുള്ള നിഅമത്തുകൾ വിവരിച്ചുകൊണ്ട് ആരംഭിച്ച ആയത്ത് ഇതാണ്. അവരെ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ശുക്ർ നൽകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ധാരാളം നാടുകളിൽ മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമാധാനം നിലനിൽക്കുന്ന നാടുകളുണ്ട്, ബാക്കിയുണ്ട്. ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് നിർഭയത്വം പണ്ഡിതന്മാർ പറഞ്ഞു, ദീൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് അമ്നാണ്, നിർഭയത്വമാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖുറൈശികളോട് എടുത്തു പറഞ്ഞ അനുഗ്രഹമാണ്. ലീലാഫി ഖുറൈശ് ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദി അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നിർഭയത്വം എന്നത് ഒരു നാട്ടിൽ നിലനിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് പ്രയാസങ്ങളുണ്ട്. എന്തൊരു മനുഷ്യൻ്റെ അവസ്ഥ? ഭയമുണ്ടാകുമ്പോൾ മനുഷ്യനെ ഇബാദത്ത് നന്നായി ചെയ്യാൻ പറ്റില്ല, വീട്ടിലുള്ള കുട്ടികളെ സമാധാനത്തോട് സന്തോഷിപ്പിക്കാൻ പറ്റില്ല, കളിച്ചിരിക്കാൻ പറ്റില്ല. മനുഷ്യന് പുറത്തിറങ്ങിയാൽ എന്താ അവസ്ഥ എന്ന് ഉറപ്പില്ലെങ്കിൽ നിർഭയത്വം എന്നത് അതിമഹത്തരമായ നിഅമത്താണ്. അത് നിലനിർത്താനുള്ള വഴികളിലൊന്ന് അതിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങളൊന്നാണ്. നമ്മുടെ നാട്ടിൽ അള്ളാഹു നിർഭയത്വം നിലനിർത്തുന്നു എന്നത് ഇത് ഒരു ചെറിയ കാര്യം കൊണ്ട് ഇത് ഇല്ലാതെയാകാം. ഒരു ചെറിയ കാര്യം ഉണ്ടാകും, ഒരാൾ പ്രവർത്തിക്കുന്ന ഒരു അവിവേകം ഉണ്ടായാൽ മതി ഇതില്ലാതെയാകാൻ. പലപ്പോഴും അത് നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടെന്നാണ്. വേറെയുള്ള ആളുകളുടെ ആരാധനാ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ട് മാംസം ബദല എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നിർഭയത്വം ഇല്ലാതെയാക്കാൻ വേണ്ടി ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ തന്നെ എന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അൽഹംദുലില്ലാഹ് നിർഭയത്വം നിലനിൽക്കുന്നത്. ഇതില്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അവസ്ഥ എന്തായിരിക്കും? നാട്ടിലൊരു പ്രശ്നം പൊട്ടി പുറപ്പെട്ട് നടക്കും, ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? പുറത്തിറങ്ങാൻ പറ്റും, പള്ളിയിലേക്ക് പോകാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും, ഒന്നും ഒത്തുകൂടാൻ സാധിക്കില്ല. ഒരാൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അള്ളാഹു നൽകുന്ന മഹത്തരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ജീവനും സമ്പത്തിനും അഭിമാനത്തിനും നിർഭയത്വം ലഭിക്കുക എന്നുള്ളത്. അവൻ്റെ പെൺമക്കൾ, അവൻ്റെ കുട്ടികൾ, അവൻ്റെ സഹോദരങ്ങളെ അത് വളരെ ഗൗരവത്തിലാണ് പറയും. നിങ്ങൾ ശുക്ർ ചെയ്യണം, അള്ളാഹ്ക്ക് നന്ദി പറയണം. അൽഹംദുലില്ലാഹ് റബ്ബേ നിഅമത്ത് നിലനിർത്തി തരണേ എന്നുള്ളത്. വഹദ വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.